ഓഫീസിനെ ചൊല്ലി ശാസ്തമംഗലം വാർഡിലെ കൌൺസിലർ ആർ ശ്രീലേഖയും MLA VK പ്രശാന്തും തമ്മിലുണ്ടായ വിവാദം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ വിഷയത്തിൽ ശാസ്തമംഗലത്തെ മുൻ കൌൺസിലറായിട്ടുള്ള ശാസ്തമംഗലം മധുസൂദൻ ചേട്ടൻ നമ്മളൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താ ശരിക്കും ഇതിൽ സംഭവിച്ചത്? ഇത് ഒരു വെറുതെ അനാവശ്യമായ വിവാദം, അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. കാരണം ഇത് യാതൊരു സത്യവും ഇല്ലാത്തൊരു വിവാദമാണ് ശ്രീമാൻ MLA VK പ്രശാന്ത് ഉണ്ടാക്കിയത്. ഇത് കാരണം ഇന്നലെ ശ്രീലേഖ മാഡം രാവിലെ ഞാൻ മാഡത്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. കാരണം മാഡത്തിന് സുഖമില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നമ്മൾ ഓഫീസൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അവിടെ ഓഫീസ് നമുക്കുണ്ട്, പ്രത്യേകമുണ്ട്. നേരത്തെ 2018 പുതിയൊരു ബിൽഡിംഗ് നിർമ്മിച്ചു. അതിനോടനുബന്ധിച്ച് 2019 വരെ അവിടുത്തെ കൗൺസിലർ, അന്നത്തെ കൗൺസിലറായിരുന്ന CPMന്റെ ശ്രീമതി ബിന്ദു ശ്രീകുമാർ ഇന്നിപ്പോൾ MLA ഉപയോഗിക്കുന്ന റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ക്രമേണ VK പ്രശാന്ത് MLA ആയ അവസരത്തിൽ അദ്ദേഹത്തിന് നഗരസഭ ഒരു 814 രൂപ എന്താണ് തോന്നുന്നത് വാടകയ്ക്ക് അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹമാണ് ഓഫീസ് നടത്തുകയും അക്ഷയ കേന്ദ്രത്തിന് അനുവദിച്ച ആ ചെറിയ മുറി കൗൺസിലർക്ക് കൈമാറുകയും ചെയ്യുകയുണ്ടായി. 2020 ഞാൻ വന്നതിന് ശേഷം ഞാൻ ആ മുറിയിൽ കൗൺസിലറായിട്ട് അവിടെ. ശരിക്കും 2020 മുതൽ ചേട്ടനായിരുന്നല്ലോ അവിടെ കൗൺസിലർ. അപ്പോൾ ഇത്തരത്തിലൊരു മോശം അനുഭവം അല്ലെങ്കിൽ അവിടെ വരാനുള്ള ബുദ്ധിമുട്ടോ ഒരു സൗകര്യക്കുറവോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അവിടെ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാനും അവിടെ കൂടുതൽ സമയം ഇരിക്കാതിരുന്നത്. അവിടെ കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു 80 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയ മാത്രം, 80 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ചെറിയൊരു മുറിയാണ്. അതിനോടനുബന്ധിച്ച് ചെറിയൊരു ബാത്റൂമുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 4 മേശയിടുമ്പോൾ തന്നെ അവിടെ ഫുള്ളാവും, ആ റൂം ഫുള്ളാവും, വേറെ ആർക്കും കൂടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നഗരസഭയിൽ നൽകിയ മേശയും അതോടൊപ്പം തന്നെ അലമാരയും റാക്കും ഒപ്പം അതിനോടൊപ്പം ഫയലുകളെല്ലാം അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ബാത്റൂമിനകത്താണ് വെച്ചതിന് ശേഷമാണ് ഇവിടെ ആൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കാരണം ഈ സാധനമെല്ലാം ബാത്റൂമിനകത്ത് കയറ്റി വെച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് മതിയും. കാരണം പറഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം അവിടെ ഇരിക്കാറില്ല. കാരണം എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. ഞാൻ റൂമിൽ ഓഫീസിൽ ഇരുന്ന് വ്യക്തമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറായിരുന്നത്. കാരണം ഞാൻ പണ്ട് 2015-20 കാലഘട്ടത്തിൽ പാങ്ങോടായിരുന്നപ്പോഴും പുറമത്തെ ജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2020 6 മാസക്കാലം ഞാനവിടെ ഓഫീസിലിരുന്നെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ട്, അത് സത്യമാണ്. എങ്കിൽ തന്നെയും ഞാൻ ഇവിടെ ബാക്കിയുള്ള 4.5 വർഷക്കാലം ഞാൻ ആ ഓഫീസിൽ ഇരുന്നിട്ടേ ഇല്ല. പൂർണ്ണമായിട്ട് എൻ്റെ ഈ കാണുന്ന വണ്ടിയാണ് എൻ്റെ സൗകര്യങ്ങൾ ഒരു കാരണമാണ് അവിടെ ഇരിക്കാത്തത്. കാരണമായിരുന്നു. അതുകൊണ്ട് അതൊരു ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ വണ്ടിക്കകത്ത് തന്നെയാണ് എൻ്റെ ഓഫീസിൽ ഒരാൾക്ക് ആവശ്യമുള്ള ലെറ്റർ പാഡുണ്ട്, സെയിലുണ്ട്, അതുപോലെ ഫോമുകളുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെ എൻ്റെ ഇതിനകത്ത് ഞാൻ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഇതായിട്ടാണ് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അതേസമയം ശ്രീലേഖ മാഡം കൗൺസിലറായ അവസരത്തിൽ മാഡത്തിന് അതുകൊണ്ട് പറ്റത്തില്ല. ഒരു വനിതയാണ്, ഒരു വനിതാ കൗൺസിലറാകുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീട് തൊട്ടടുത്താണ്. എനിക്ക് ഓടി വന്ന അവിടെ നിന്ന് എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഓടി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ മാഡത്തെ സംബന്ധിച്ച് മാഡം കൗൺസിലറായപ്പോൾ എന്നോട് ഈ ചോദിച്ച അവസരത്തിലാണ് എനിക്ക് അനുസൂചിപ്പിക്കേണ്ട. അങ്ങനെ ഇന്നലെ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാഡം VK പ്രശാന്ത് MLA വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം വിളിക്കണ്ട, നമുക്കതല്ലാതെ നമുക്ക് കുറച്ച് കാലം കൂടെ ഉള്ളൂ, നമുക്ക് അല്ലാതെ ഏതെങ്കിലും രീതി നോക്കാമെന്ന് പറയും. അതുപോലെ എൻ്റെ വലിയ സുഹൃത്താണ്, എനിക്ക് വലിയ സ്നേഹമുള്ള ആളാണ്, എൻ്റെ സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞ് എൻ്റെ മകൻ്റെ കല്യാണത്തിലൊക്കെ ഒത്തിരി സമയം അവിടെ വന്ന് ചിലവഴിച്ചാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ച പ്രശാന്ത് എന്നോടൊപ്പം നിൽക്കും എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം മാഡത്തിനുണ്ട്. അതുകൊണ്ട് അനുസരിച്ച് വിളിച്ച് കാര്യങ്ങളെ സൂചിപ്പിച്ചു. ഞാനിങ്ങനെ കൗൺസിലറാണ്, അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് എല്ലാം വാർഡിലെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം എന്ന് പറയും. എൻ്റെ മോളുടെ കല്യാണത്തിന് പ്രശാന്ത് വന്നു നിന്നാണ്, ഫുൾ ടൈം ഉണ്ടായിരുന്നു, അതിൽ നന്ദിയുണ്ട്. ഞാൻ ഒരു ചെറിയ ആവശ്യം പറയട്ടെ, റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ചെറിയ ആവശ്യം പറയണേ. ഞാൻ ഓഫീസിലോട്ട് എനിക്ക് മാറാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഓഫീസ് അത്ര സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് എനിക്കവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രശാന്ത് ഇരിക്കുന്ന റൂം കൂടെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം. ഈ വാക്കാണ് മാഡം പറഞ്ഞത്. പ്രശാന്ത് ഇരിക്കുന്ന മുറി കൂടെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം. അത് ഉടനെ വേണമെന്നില്ല, ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിച്ചാൽ മതി. ഇന്നോ നാളെ വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, അതൊന്ന് ആലോചിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ടായി. അതിൽ ഞാൻ ചോദിച്ചു, മാഡത്തിന് ചോദിച്ചു, എന്താ പ്രശാന്ത് പറഞ്ഞു, MLA പറഞ്ഞെന്ന് ചോദിച്ചു. അത് എന്നെ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞു. MLA പറഞ്ഞു എന്നെ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഇതാണ് യാഥാർത്ഥ്യം, സത്യം ഇതാണ്. അല്ലാതെ മാഡം നിങ്ങളെ ഒഴിപ്പിക്കുന്നു, MLA ഒഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൽ കൈകടത്തുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ വിവാദം തന്നെ. ഇത് രാഷ്ട്രീയ വിവാദം തന്നെയാണ്. പറയാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ, യാഥാർത്ഥ്യമല്ലാത്ത വിഷയങ്ങളെ പടച്ചു ചമച്ചൊരു വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു വിഷയമാക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും MLA VK പ്രശാന്ത് തന്നെ, ഒരു സംശയം. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുന്ന അവസരത്തിൽ. അപ്പോൾ ഈ വളരെ സൗഹാർദ്ദമായി, വളരെ ലളിതമായിട്ട്, വളരെ മിതമായ ഭാഷയിൽ, വളരെ സ്നേഹത്തോടു കൂടിയാണ് മേഡം അത്തരത്തിലൊരു ആവശ്യം അങ്ങോട്ട് അഭ്യർത്ഥിക്കാനുണ്ടായത്. അല്ലാതെ അതിന് ഒരു രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം മേഡം സംസാരിച്ചു. ഇപ്പോൾ ആ ചേട്ടൻ കൗൺസിലർ ആയിരുന്ന സമയത്തും അവിടെ വലിയ ഇരിക്കാൻ ബുദ്ധിമുട്ട്, ആർക്കെങ്കിലും വന്ന് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്.
തീർച്ചയായിട്ടും നമ്മൾ രാവിലെ റിപ്പോർട്ടർ ചാനലിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓഫീസിൽ കയറി പരിശോധിച്ചു. അതിനകത്ത് നോക്കി, റൂമിനകത്ത് നോക്കി. കാരണം ഇതൊന്നും എം എൽ എക്ക് അറിയില്ല. ആ ഓഫീസ് ഉപയോഗിക്കുന്ന ഇന്ന രീതിയിലാണെന്ന് അറിയില്ല. ഇന്ന് വന്ന് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലും കയറി അകത്ത് പരിശോധിച്ചപ്പോഴാണ് അവിടുത്തെ ആ ഒരു അവസ്ഥ, ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഫീസാണോ, ഓഫീസിലെ സാധനങ്ങൾ എവിടെ വെച്ചിരിക്കുന്നു എന്നല്ല വിഷൻസ് ജനങ്ങളെ കാണിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമായി ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ആവശ്യപ്പെട്ടതെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെപ്പോലുള്ള എല്ലാ ചാനലുകാരുടെ വന്ന് ആ വിഷ്വലൊക്കെ എടുത്ത് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി സാധിച്ചു. ആ ശ്രീലേഖ മേഡത്തിനുണ്ടായിരുന്ന ആ അവമതിപ്പിനും ഒരു മാറ്റം ഉണ്ടായി. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ അസൗകര്യമുള്ളതിനാൽ താൻ കൗൺസിലറായിരുന്ന സമയത്ത് അവിടെ അധിക സമയം ചെലവഴിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് കൂടിയാണ് ആ ശ്രീലേഖ ഇത്തരത്തിലൊരു ആവശ്യം MLA VK പ്രശാന്തിനോട് ഉന്നയിച്ചത് എന്നുമാണ് മുൻ കൗൺസിലർ ശാസ്തമംഗലം മധുസൂദനൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.